ഓക്കെ, വെൽക്കം ബാക്ക്. +2 സോഷ്യോളജിയിലെ ഇന്ത്യൻ സൊസൈറ്റിയിലെ ആറാമത്തെ ചാപ്റ്ററിൻ്റെ ദ ചലഞ്ചസ് ഓഫ് കൾച്ചറൽ ഡൈവേഴ്സിറ്റിയിലെ 3ാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മളിവിടെ ക്ലാസ് എടുക്കാൻ പോകുന്നത്. റീജിയണലിസം ഇൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്. മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ സമൂഹശാസ്ത്ര ക്ലാസ്സിലേക്ക്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ദ അസിമിലേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ പോളിസീസ് റിലേറ്റഡ് വിത്ത് ദി നാഷണൽ ബിൽഡിംഗ്. ഒരു രാഷ്ട്രത്തിൻ്റെ ദേശീയതയുടെ നിർമ്മാണത്തിനുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സ്വാംശീകരണ ഉദ്ഗ്രഥന നയങ്ങളുമായിട്ടാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. ഇന്ത്യ accepting neither assimilation nor integration policy. India accepted national integration, the part of national integration, the inclusive of the cultural diversity. ഇന്ത്യയിലെ സാംസ്കാരികമായിട്ടുള്ള വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഡിഫറൻസ് ഉൾക്കൊള്ളുന്ന ഒരു ദേശീയോദ്ഗ്രഥന സമീപനമാണ് ഇന്ത്യ സ്വീകരിച്ചതെന്നും അതാണ് ലോകത്തിൻ്റെ അനുഭവങ്ങളിൽ ശരിയെന്നുമാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുപോലെ കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഇന്ത്യ റിലീജിയസ്ലി ആൻഡ് ലാംഗ്വേജുമായി ബന്ധപ്പെട്ട് മതപരമായി ഭാഷാപരമായി വൈവിധ്യങ്ങളുള്ള അല്ലെങ്കിൽ സാംസ്കാരികമായി വൈവിധ്യമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ഹെഡിങ് പോലെ ചലഞ്ചസ് ഓഫ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി, ഒരുപാട് ഡൈവേഴ്സിറ്റി ഉണ്ടാകുമ്പോൾ ചില ചലഞ്ചസുകൾ, ടെൻഷനുകൾ, ഡിഫിക്കൽട്ടീസ് ഇന്ത്യ സ്വതന്ത്രം മുതൽ അതിന് മുമ്പ് തന്നെ സ്വാതന്ത്ര്യം മുതൽ എന്ത് ചെയ്യുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്, ഫേസ് ചെയ്യുന്നുണ്ട്. അതിൽ ഉദാഹരണമാണ് റീജിയണലിസം, പ്രാദേശികവാദം. അപ്പോൾ പ്രാദേശികവാദം എന്നത് എന്താണെന്ന് മനസ്സിലാക്കുകയും ഇന്ത്യയിലെ പ്രാദേശികവാദത്തിൻ്റെ കാരണങ്ങളും വളർച്ചകളും അതുമായി ബന്ധപ്പെട്ട ലിംഗ്വിസ്റ്റിക്കുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഭാഷാപരമായിട്ട് ഗോത്രപരമായിട്ടും ഒക്കെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ചില പ്രാദേശികവാദങ്ങൾ ഇന്ത്യയിലെ സംസ്ഥാന രൂപീകരണവുമായി ഫോർമേഷനുമായി ബന്ധപ്പെട്ടുള്ള ഡിസ്കഷൻ ഇന്നത്തെ ക്ലാസ്സിൽ. അതുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിലേക്ക്. ഓക്കെ, അപ്പോൾ ദ ചലഞ്ചസ് ഓഫ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി, ഇന്ത്യ നേരിടുന്ന സാംസ്കാരിക വൈവിധ്യങ്ങളുടെ വെല്ലുവിളികളാണ്. അതിലെ ഫസ്റ്റ് ചലഞ്ചസ് ആയി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റീജിയണലിസം, പ്രാദേശികവാദം ഇൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്. ഇന്ത്യൻ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള പ്രാദേശികവാദത്തെ മനസ്സിലാക്കുകയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും കൃത്യമായി നമ്മുടെ ഇന്ത്യയുടെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ആ സാഹചര്യങ്ങൾ കൂടി ആയിരിക്കണം നമ്മുടെ ക്ലാസ്സുകളിൽ എന്ത് ചെയ്യുക, നമ്മൾ വിശകലനം ചെയ്യേണ്ടത് ഇനിയുള്ള ചലഞ്ചസുകളുമായി ബന്ധപ്പെട്ട് എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. റീജിയണലിസം ഇൻ ഇന്ത്യ ഈസ് റൂട്ടഡ് ഇൻ ഇന്ത്യാസ് ഡൈവേഴ്സിറ്റി ഓഫ് ലാംഗ്വേജ്, കൾച്ചർ, ട്രൈബ്സ്, റിലീജിയൻ എക്സെട്ര. ഇന്ത്യയിലെ പ്രാദേശികവാദം അല്ലെങ്കിൽ എന്താണ് റീജിയണലിസം പ്രധാനമായും ഉയർന്നു വരുന്നത് അത് ഡീപ്ലി റൂട്ടഡ് ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഡൈവേഴ്സിറ്റി സച്ച് ആസ് ലാംഗ്വേജ്, ഭാഷാപരമായി ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി ഒരു കാരണമാണ്. അതുപോലെ റിലീജിയസ്, മതം ഉണ്ടാകുന്ന അല്ലെങ്കിൽ മതപരമായ ഡൈവേഴ്സിറ്റി ഇന്ത്യയിലെ പ്രാദേശിക വാദങ്ങളെ രൂപപ്പെടാൻ ഇടയാക്കുന്നുണ്ട്. അതുപോലെ കൾച്ചറിൻ്റെ വ്യത്യസ്തപരമായ ഭാഗങ്ങൾ എന്നറിയാം. ആ കൾച്ചറൽ ഡൈവേഴ്സിറ്റികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിൽ പ്രാദേശികവാദം ഉയർന്നു വരാൻ അല്ലെങ്കിൽ ആഴത്തിൽ വേർന്നു നിൽക്കുന്നത് നമുക്ക് മനസ്സിലാകാം. അതുപോലെ ട്രൈബ്സ്, പ്രാദേശികപരമായിട്ട് ഭൂമിശാസ്ത്രപരമായിട്ട് പ്രത്യേക പ്രദേശങ്ങളിൽ താമസം നിൽക്കുന്ന ഗോത്ര സമൂഹങ്ങളിടയിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, പ്രാദേശികവാദങ്ങൾ രൂപപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് കാസ്റ്റ് ആണ്. കാസ്റ്റ് എന്നത് നമുക്കറിയാം, ജാതീയ വ്യവസ്ഥ, ജാതിപരമായി ഉണ്ടാകുന്ന ആളുകളുടെ പ്രത്യേകമായിട്ടുള്ള പ്രാദേശികപരമായി ട്രൈബ്സിനെ പോലെയുള്ള വലിയ മൂവ്മെൻറ്റുകൾക്ക് ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. കാരണം ദ കാസ്റ്റ് പോപ്പുലേഷൻ സ്പ്രെഡിങ് ഓവർ ഓൾ ഇന്ത്യയിലെ പല പ്രദേശങ്ങളിൽ അത് വ്യാപിക്കുന്നത് കൊണ്ട് തന്നെ പ്രത്യേക റീജിയണലായി ട്രൈബ്സിനെ പോലെ എന്ത് ചെയ്യുന്നില്ല, ഒരു സെൻട്രലായി അല്ലെങ്കിൽ ഒരു പ്രത്യേക ഏരിയയിൽ ട്രൈബൽ പോപ്പുലേഷൻ ഉള്ളതുപോലെ ജാതി ഇല്ലാത്തത് കൊണ്ട് തന്നെ ട്രൈബ്സിനെ പോലെ ഗോത്ര മുന്നേറ്റങ്ങളെ പോലെ പ്രാദേശികവാദത്തെ പോലെ ജാതിയുടെ പ്രാദേശികവാദങ്ങൾ ഇന്ത്യയിൽ അത്ര കണ്ടുണ്ടായിട്ടില്ല എന്ന് കൂടി എന്ത് ചെയ്യുക, നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് റീജിയണലിസം ഇന്ത്യ റൂട്ടഡ് ഇന്ത്യൻ ഡൈവേഴ്സിറ്റീസ് സച്ച് ആസ് ലാംഗ്വേജസ്, കൾച്ചർ, ട്രൈബ്സ് ആൻഡ് റിലീജിയൻ എന്ത് ചെയ്യുക, നമ്മൾ മനസ്സിലാക്കുക.
Okay, regionalism is a political ideology that focuses on the national or normative interest of a particular region. ഒരു പ്രത്യേക പ്രദേശത്തിന്റെ താൽപര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാണ് പ്രാദേശികവാദം എന്നത്. നമ്മൾ ജീവിക്കുന്ന പ്രദേശത്തോണ്ട് ഓൺ ദി ബേസിസ് ഓഫ് ദിയർ കൾച്ചറൽ ഐഡന്റിറ്റി, അവരുടെ സാംസ്കാരിക സ്വത്വത്തിൻ്റെ ഒരു പ്രത്യേക ഭാഷയുടെയോ മതത്തിൻ്റെയോ അതുപോലെ ട്രൈബ്സിൻ്റെയോ സംസ്കാരത്തിൻ്റെയോ ഭാഗമായി ആ പ്രദേശത്തിൽ ജീവിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുക, ഒരു പ്രദേശത്തിൻ്റെ കമ്മ്യൂണിറ്റി പരമായി അല്ലെങ്കിൽ എന്ത് ചെയ്യുക ഒരു സ്വത്വബോധത്തിൽ നിന്ന് രൂപപ്പെടുന്നതാണ് എന്ത് റീജിയണലിസം എന്നത്. അപ്പോൾ ഒരു പ്രദേശം വളരെ പ്രധാനപ്പെട്ടതാണ് പ്രാദേശികവാദത്തിന്. അതിന് ചില കൾച്ചറൽ ഐഡന്റിറ്റി, കമ്മ്യൂണിറ്റി ഐഡന്റിറ്റി കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇറ്റ് ഈസ് ആൾസോ എൻകറേജ്ഡ് ബൈ ദി ജോഗ്രഫിക്കൽ കോൺസെൻട്രേഷൻ ഓഫ് ദീസ് ഐഡന്റിറ്റി മാർക്കേഴ്സ് ഇൻ എ പർട്ടിക്കുലർ റീജിയൻ ആൻഡ് ഫ്യൂൾഡ് ബൈ എ സെൻസ് ഓഫ് റീജിയണൽ ഡിപ്രൈവേഷൻ. ഒരു പ്രത്യേക പ്രദേശത്തിൻ്റെ താല്പര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും പ്രാദേശികപരമായി തങ്ങൾക്ക് അർഹതപ്പെട്ടത് നിഷേധിക്കുകയാണെന്നുള്ള നഷ്ടബോധത്തിൽ നിന്ന് ഒരു ബഹുസ്വര സമൂഹത്തിൽ, ഒരു കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഉള്ള, പ്ലൂരാലിറ്റി ഉള്ള ഒരു സമൂഹത്തിൽ ഞങ്ങളുടെ വിഭാഗത്തിന്, ഞങ്ങളുടെ പ്രദേശത്തിന് മറ്റുള്ളവരിൽ നിന്നും കിട്ടുന്നത് പോലെ ചിലത് കിട്ടുന്നില്ല എന്നോ അല്ലെങ്കിൽ പ്രാദേശികമായി തങ്ങൾ അവഗണിക്കപ്പെടുകയും ചൂഷണം ചെയ്യപ്പെടുകയുമാണെന്നുള്ള ചില വികാരങ്ങളാണ് പ്രത്യേക പ്രദേശക്കാരെ മറ്റു പ്രദേശങ്ങളോട് ഒരു എന്ത് ചെയ്യാൻ ആന്റഗോണിസ്റ്റുകളായി വെറുപ്പുകൾ ഉണ്ടാകുകയും അല്ലെങ്കിൽ സെൻട്രലായി ഉണ്ടാകുന്ന ഭരണകൂടത്തോട് വെറുപ്പുണ്ടാകുകയും തങ്ങളുടെ വാദത്തെ സ്ഥാപിക്കുന്നതിന് വേണ്ടി, അവരുടെ ആവശ്യങ്ങളെ സ്ഥാപിക്കുന്നതിന് വേണ്ടി പ്രാദേശികപരമായി ചില ഭരണകൂടങ്ങൾ ഒരു രാഷ്ട്രത്തെയോ അല്ലെങ്കിൽ സ്വന്തപരമായ ഭരണകൂടത്തെയോ എന്ത് ചെയ്യുക ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കാൻ ഇടയാകുന്നത് ഒരു പ്രത്യേക പ്രദേശത്തിൻ്റെ താല്പര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും പ്രാദേശികപരമായി തങ്ങൾക്ക് അർഹതപ്പെട്ടത് നിഷേധിക്കപ്പെടുകയോ തങ്ങളെ അവഗണിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട് എന്നുള്ള തോന്നലും വികാരവുമാണ് ഇന്ത്യയിലെ പ്രാദേശികവാദങ്ങൾ എന്ത് ചെയ്യുന്നത് രൂപപ്പെടാൻ ഇടയാക്കുന്നത്. അപ്പോൾ ഭാഷാപരമായിട്ടും മതപരമായിട്ടും ഗോത്രപരമായിട്ടും ഒക്കെ ഇന്ത്യയിൽ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വ്യത്യസ്ത റീജിയണലിസങ്ങൾ അല്ലെങ്കിൽ പ്രാദേശികവാദങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യയിൽ പ്രധാനമായി ഇന്ത്യയെ വലിയ പ്രവിശ്യകളായി വിഭജിച്ചിരിക്കുന്നു ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ. മദ്രാസ്, ബോംബെ, കൽക്കത്ത പോലെയുള്ള മേജർ 3 പ്രസിഡൻഷ്യസുകളെ നമ്മൾ മനസ്സിലാക്കിയ 3 പ്രവിശ്യകളിലായിട്ടാണ് ബ്രിട്ടൻ അവരുടെ ഭരണം നടത്തിയിരുന്നതെന്നും തുടർന്ന് തന്നെ ഇന്ത്യയിൽ ലാർജ് മൾട്ടി എത്നിക് ആൻഡ് മൾട്ടിലിംഗ്വൽ പ്രൊവിൻഷ്യൽ സ്റ്റേറ്റുകൾ രൂപപ്പെടുകയും ബഹുവംശീയ ഭാഷാപരമായിട്ടുള്ള സംസ്ഥാനങ്ങളെ ഉണ്ടാക്കുകയും ബ്രിട്ടീഷുകാർ പുലർത്തിയത് പോലെ ചില പ്രസിഡൻസി ഭരണത്തെ പോലെ തന്നെ ചില എന്തെയാണ് ബഹുഭാഷ ബഹുവംശീയ സംസ്ഥാനങ്ങളെ രൂപപ്പെടുത്തുകയുമാണ് തുടർന്ന് ഇന്ത്യ രാജ്യം സ്വതന്ത്രാനന്തരവും ചെയ്തിട്ടുള്ളത്. മൾട്ടിലിംഗ്വൽ സ്റ്റേറ്റുകൾ നമുക്കറിയാം. ബോംബെയെ പോലെ മദ്രാസിനെ പോലെ ഭാഷാപരമായി ഒരു സ്വഭാവമുള്ള അല്ലെങ്കിൽ ഒരു ഹോമോജീനിയസ് സ്വഭാവമുള്ള ഭാഷകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് 2 സംസ്ഥാനങ്ങൾ രൂപപ്പെടുത്തിയത്. ബോംബെയിൽ മറാത്തി, ഗുജറാത്തി, ഹിന്ദി, കൊങ്കിണി പോലെയുള്ള ഭാഷകൾ സംസാരിക്കുന്ന ബോംബെ സംസ്ഥാനം ഉണ്ടാവുകയും തമിഴ്, അതിൽ തെലുങ്കു, കന്നഡ, മലയാളം പോലെയുള്ള മദ്രാസ് സ്റ്റേറ്റ് എന്ത് ചെയ്യുക രൂപപ്പെടുകയും ചെയ്തത് ബ്രിട്ടീഷുകാരുടെ പ്രസിഡൻസി രീതിയിലുള്ള ഭരണത്തിനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടാണ് സ്വതന്ത്ര ഇന്ത്യയിൽ തുടർന്നിട്ടുള്ളത്. അതുപോലെ നമുക്കറിയാം ഈ പ്രസിഡൻസി ഭരണത്തിന് പുറമെ തന്നെ ഇന്ത്യയിൽ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ there were also a large number of princely state and principalities all over India. ധാരാളം പ്രവിശ്യകളും നാട്ടുരാജ്യങ്ങളും ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. 600-ലധികം നാട്ടുരാജാക്കന്മാരും നാട്ടുരാജ്യങ്ങളും നാട്ടുരാജ്യ ഭരണങ്ങളുമായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ വ്യത്യസ്തപരമായ പ്രദേശങ്ങൾക്ക് ഒരു പൊളിറ്റിക്കൽ ഐഡന്റിറ്റി സ്ഥാപിക്കുന്നതിന് വേണ്ടി വ്യത്യസ്തപരമായ വിഭാഗങ്ങളായിരുന്നു ഇന്ത്യയിൽ നിലനിന്നിരുന്നതെന്നും അതിന് ഭാഷാപരമായും ഒരു വേളയിൽ മതപരമായിട്ടൊക്കെ അതിന് ബന്ധമുണ്ടായിരുന്നു കൂടി എന്ത് ചെയ്യുക നമ്മൾ മനസ്സിലാക്കുക.
ദ ലാർജർ പ്രിൻസിലി സ്റ്റേറ്റ് ഇൻക്ലൂഡഡ് മൈസൂർ, കാശ്മീർ ആൻഡ് ബറോഡ. ഒരു വലിയ പ്രിൻസിലി സ്റ്റേറ്റുകളായി പ്രവിശ്യകളായി നാട്ടുരാജ്യങ്ങളായി നമുക്ക് മനസ്സിലാക്കിയതാണ് മൈസൂരിനെ പോലെ, കാശ്മീരിനെ പോലെ, ബറോഡയുള്ള സ്ഥലങ്ങളൊക്കെ. അപ്പൊ ആഫ്റ്റർ ദി അഡോപ്ഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, ആഫ്റ്റർ ദി ഇൻഡിപെൻഡൻസ് ഫോർമഡ് സോ മെനി എത്നോ ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ്. ബഹുഭാഷ ബഹുവംശീയ സംസ്ഥാനങ്ങൾ സ്വതന്ത്രാധന ഇന്ത്യയിലും അതുപോലെ എന്ത് ചെയ്ത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ സ്വീകരിച്ചതിന്റെ ഫലമായിട്ടൊക്കെ എന്ത് ചെയ്ത് ഇന്ത്യ ഉൾക്കൊള്ളുകയായിരുന്നു ചെയ്തത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു രാജ്യത്തിന്റെ ഭരണത്തിന് പ്രാദേശികപരമായും സെൻട്രൽ ആയിട്ടുള്ള ചില ബന്ധങ്ങൾ എന്ത് ചെയ്യുന്നു ഉണ്ടായിരുന്നുവെന്നും 1947 ശേഷം തന്നെ ഇന്ത്യയിൽ അതിൻ്റെ മുമ്പ് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിൻ്റെ സമ്മേളനങ്ങളിലൊക്കെ ലിംഗ്വിസ്റ്റിക് ബേസ്ഡ് ആയിട്ടുള്ള അതായത് ഭാഷാപരമായിട്ടുള്ള സംസ്ഥാനങ്ങളുടെയും പ്രവിശ്യകളുടെയും ഭരണകൂടങ്ങളുടെയും ആവശ്യങ്ങളെ മുന്നിൽ വെക്കുകയും 1920കളിലൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിന് പോലുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയും ചെയ്തിരുന്നു. തുടർന്ന് രണ്ട് തരം വീക്ഷണങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലെ ഈ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളെ രൂപീകരണത്തിനുണ്ടാകുകയും അതിന് അനുകൂലിക്കുകയും പ്രതികൂലിക്കുന്നവരും ഉണ്ടാകുകയും സ്വതന്ത്രത്തിന് ശേഷം ഈ ആവശ്യങ്ങൾ ഉയരുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കിയതാണ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ സ്ഥാപിച്ചു 1956 നവംബർ 1 അതിന്റെ എന്ത് ചെയ്യണം നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടി 1953 എന്താകുന്നത് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ എന്ത് ചെയ്യുന്നത് ഇന്ത്യയിൽ കൊണ്ടുവരുന്നത്. എന്താണ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷന്റെ പ്രത്യേകത? അത് നമ്മൾ മനസ്സിലാക്കാം. SRC, State Reorganization Commission. The report of State Reorganization Commission SRC, which was implemented on November 1st, 1956, 1956 നവംബർ 1 നടന്നത് അത് നടപ്പിലാക്കുന്നത് has helped to transform the political and institutional life of the nation. രാജ്യത്തിന്റെ രാഷ്ട്രീയപരമായ ജീവിതത്തിൽ വലിയ പരിവർത്തനം ഉണ്ടാക്കിയ ഒരു നടപടിയായിരുന്നു. എന്തുകൊണ്ടാണ് അതിലേക്ക് നയിക്കാനുള്ള കാരണം ആൾറെഡി പറഞ്ഞു. The background to the SRC follows in the 1920s. 1920കളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ത് ചെയ്ത് അതിന്റെ സമ്മേളനങ്ങളിൽ ഈ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുകയും ലിംഗ്വിസ്റ്റിക് ബേസ്ഡ് ആയിട്ടുള്ള സംസ്ഥാനത്തിന്റെ രൂപീകരണങ്ങളെ എന്ത് ചെയ്യുക പ്രോത്സാഹിപ്പിക്കുന്ന രീതികൾ എന്ത് ചെയ്യുക ഉണ്ടാവുകയും ചെയ്തു എന്ന് കൂടി എന്ത് ചെയ്യുക നമ്മൾ മനസ്സിലാക്കുക. സ്വാതന്ത്ര്യത്തിന്റെ മുമ്പ് തന്നെ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളെ പ്രവിശ്യകളെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ആവശ്യങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇത് അംഗീകരിക്കപ്പെടുകയും 1920 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് ഓൺ ലിംഗ്വിസ്റ്റിക് ലൈൻസ് അതിനെ ഭാഷാപരമായിട്ട് പ്രവിശ്യകളിലെ കോൺഗ്രസ് യൂണിറ്റുകളെ മാറ്റുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഈസ് പ്രൊവിൻഷ്യൽ യൂണിറ്റ് നൗ ഫോളോ ദ ലോജിക് ഓഫ് ലാംഗ്വേജ്. ഭാഷാടിസ്ഥാനത്തിൽ പ്രവിശ്യകളിൽ കോൺഗ്രസ് യൂണിറ്റ് ഉണ്ടാകുകയും വൺ ഓഫ് ദ മറാത്തി സ്പീക്കേഴ്സ് മറാഠ സംസാരിക്കുന്നവരുടെ അതുപോലെ അനദർ ഒറിയ സ്പീക്കേഴ്സ് ഒറിയ സംസാരിക്കുന്നവരുടെ വ്യത്യസ്ത ഭാഷാടിസ്ഥാനത്തിൽ കോൺഗ്രസ് യൂണിറ്റുകൾ ഉണ്ടാകുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണത്തെ സ്വാതന്ത്ര്യത്തിന് മുന്നിൽ തന്നെ എന്ത് ചെയ്യുക പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അറ്റ് ദ സെയിം ടൈം ദ ഗാന്ധി ആൻഡ് അതർ ലീഡേഴ്സ് പ്രോമിസ്ഡ് their followers that when freedom came the new nation would be based on a new set of provinces based on the principle of language. ഗാന്ധിയെ പോലുള്ള ദേശീയ നേതാക്കൾ ഇന്ത്യ സ്വതന്ത്രമായി കഴിഞ്ഞാൽ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണത്തെ ഉണ്ടാകുമെന്നുള്ള എന്ത് ചെയ്യുക അറിയിപ്പുകൾ നൽകുകയും വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്യുമെന്നുള്ള നിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് നൽകുകയുമാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ തുടർന്നുള്ള കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യാനന്തരം ഈ ആവശ്യങ്ങൾ ഉയർന്നു വരികയും അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ നെഹ്റുവിനെ പോലെ പട്ടേലിനെ പോലുള്ള ആളുകൾ ഈ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണം അത് കൂടുതൽ ഫ്രാഗ്മെന്റേഷനും വിഘടനത്തിലേക്കും അതുപോലെ രാജ്യത്തിന്റെ ആഭ്യന്തരമായ പ്രശ്നങ്ങളിലേക്ക് ഇടകാവുമെന്നും ഉള്ള ചില അഭിപ്രായങ്ങൾ ഉണ്ടാകുകയും അങ്ങനെ വ്യത്യസ്ത രണ്ട് അഭിപ്രായങ്ങൾ രൂപപ്പെടുകയും എന്നാൽ 1950കൾക്ക് ശേഷം ഇത് ശക്തിപ്പെടുകയും അങ്ങനെ ആന്ധ്രാപ്രദേശിൽ പോറ്റി ശ്രീരാമുലുവിന്റെ നേതൃത്വത്തിൽ ഗാന്ധിയനായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകനായിട്ടുള്ള ശ്രീരാമുലുവിന്റെ നേതൃത്വത്തിൽ ഭാഷാടിസ്ഥാനത്തിൽ പുതിയ സംസ്ഥാനം ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഉപഹാസം
ഉപവാസം അനുഷ്ഠിക്കുകയും 1952 ഇദ്ദേഹം ഡിസംബറോട് കൂടി എന്ത് ചെയ്ത് ഈ ഉപവാസത്തിൽ മരണപ്പെടുകയും ചെയ്തതോടുകൂടി ഈ ഭാഷാടിസ്ഥാനത്തിലുള്ള പ്രത്യേകിച്ചും തെലുങ്കു സംസാരിക്കുന്ന പ്രദേശങ്ങളിൽ ആന്ധ്രാപ്രദേശിന്റെ ആന്ധ്ര സംസ്ഥാന രൂപീകരണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ പ്രക്ഷോഭങ്ങൾ ആളിപ്പടരുകയും ചെയ്യുകയും അങ്ങനെയാണ് നെഹ്റു ഗവൺമെന്റ് 1953 നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ കമ്മീഷൻ എന്ത് ചെയ്യുക ഡോക്ടർ ഫസൽ അലി അധ്യക്ഷതയിൽ കമ്മീഷൻ വെക്കുകയും 1956 നവംബർ 1 കൂടി അത് റിപ്പോർട്ട് അംഗീകരിക്കുകയും നവംബർ 1 നിലവിലുണ്ടായിരുന്ന ഹൈദരാബാദ് ആന്ധ്ര സംസ്ഥാനങ്ങളിലെ തെലുങ്കു ഭാഷ സംസാരിക്കുന്ന പ്രദേശം കൂട്ടിച്ചേർത്തുകൊണ്ട് ആന്ധ്രാപ്രദേശ് സംസ്ഥാനം രൂപീകരിക്കുന്നതോടുകൂടി എന്ത് ചെയ്ത് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിലുള്ള ഒരു സമരങ്ങൾക്ക് പോരാട്ടങ്ങൾക്ക് ഒരു പരിസമാപ്തിയോടു കൂടിയാണ് 1956 SRC സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ കമ്മീഷൻ അധ്യക്ഷനായിട്ടുള്ള ഡോക്ടർ ഫസൽ അലി എന്ത് ചെയ്യണം നിർദ്ദേശപ്രകാരം ഇന്ത്യയിൽ 14 പുതിയ സംസ്ഥാനങ്ങളും 6 യൂണിയൻ ടെറിട്ടറീസ് കേന്ദ്രഭരണ പ്രദേശങ്ങളും ഇന്ത്യയിൽ ഉണ്ടാകുന്നത്. The State Reorganization Act 1950 was a major reform of the boundaries of India state and territories, organizing them along linguistic line. ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ എന്ത് സംസ്ഥാനം രൂപീകരിച്ചു. The report of the State Reorganization Commission, which was implemented on November 1, 1956 has helped transform a political and institutional life of the nation. രാജ്യത്തിന് ഒരു രാഷ്ട്രീയപരമായിട്ട് ഒരു വലിയ മാറ്റങ്ങൾ ഉണ്ടായി എന്നാണ്. ആന്ധ്രാപ്രദേശ്, ആസാം, കേരളം പോലെയുള്ള 14 സംസ്ഥാനങ്ങളും 6 യൂണിയൻ ടെറിട്ടറീസുമാണ് ഈ കാലഘട്ടത്തിൽ ഉണ്ടായത് എന്ന് കൂടി എന്ത് ചെയ്യുക നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ലിംഗ്വിസ്റ്റിക് ബേസിലായിട്ടുള്ള സംസ്ഥാന രൂപീകരണം രാജ്യത്തിൻ്റെ നാഷണൽ ഇൻ്റഗ്രേഷന് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ നാഷണൽ ബിൽഡിങ്ങിൽ അത് ഗുണമാണോ ഉണ്ടാകുക ദോഷമാണോ ഉണ്ടാകുക എന്നാണ് എന്ത് ചെയ്ത് നിങ്ങൾ പരിശോധിക്കേണ്ടത്. എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ഭാഷാപരമായി ഉണ്ടാകുന്ന റീജിയനിസത്തിനോടൊപ്പം ഭാഷാപരമായി ഉണ്ടാകുന്ന ഈ ഏകീകരണങ്ങൾ അതുമായി ഉണ്ടാകുന്ന റീ ഓർഗനൈസേഷൻ രാജ്യത്തിൻ്റെ സംസ്ഥാനങ്ങളെ എന്ത് ചെയ്യുക പുനഃസൃഷ്ടിക്കുന്നതൊക്കെ ഭാഷാടിസ്ഥാനത്തിലുണ്ടാകുന്ന പ്രാദേശികവാദത്തിൽ ഇതുണ്ടാകുമ്പോൾ അത് രാജ്യത്തിന് ഗുണം ചെയ്യുമോ അതുപോലെ ദോഷമുണ്ടാകുമോ എന്നെന്ത് ചെയ്യുക നിങ്ങളൊന്ന് കുറിക്കുക നോട്ടുകളിൽ. സോ ദ ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ് ഹെൽപ്ഡ് സ്ട്രെങ്തൻ ഇന്ത്യ യൂണിറ്റി എന്നതാണ്. എന്താണ് ഇന്ത്യയിലെ രൂപീകരിക്കപ്പെട്ട ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങൾ ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതക്കും ദേശീയോദ്ഗ്രഥത്തിനും സഹായിക്കുമോ എന്നാണ് ചോദ്യം. അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം നമ്മൾ പറഞ്ഞു 2 നിലയിലാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ആദ്യകാല ഇന്ത്യൻ നാഷണൽ ലീഡേഴ്സ് നെഹ്റുവിനെ പോലെ പട്ടേലിനെ പോലുള്ള ആളുകളൊക്കെ ഭയപ്പെട്ടിരുന്നത് ഇത് ഇന്ത്യയിലെ ഫ്രാഗ്മെന്റേഷനെ വിഘടനത്തിലേക്കും അതുപോലെ ടെൻഷനിലേക്കും നയിക്കുമെന്നായിരുന്നു. പക്ഷേ അനുഭവങ്ങൾ അതിൽ നിന്ന് മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. In the early 1950s, many including the Prime Minister Jawaharlal Nehru feared that state based on language might hasten a further subdivision of India. 1950 ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പോലെയുള്ള ദേശീയ നേതാക്കന്മാർ ഭയപ്പെട്ടത് ഈ ലാംഗ്വേജ് അടിസ്ഥാനത്തിലുള്ള ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റുകൾ ഇന്ത്യ വീണ്ടും എന്ത് ചെയ്യുക വിഘടനത്തിലേക്കും അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ രാജ്യത്തിൻ്റെ ആളുകളെ വീണ്ടും എന്ത് ചെയ്യുക വിഘടനത്തിലേക്കൊക്കെ നയിച്ചുകൊണ്ട് വലിയ ഫ്രാഗ്മെന്റേഷൻ സമൂഹത്തിൽ രാജ്യത്ത് ഉണ്ടാകുമെന്നായിരുന്നു. ബട്ട് ഇൻ ഫാക്ട് വസ്തുതകൾ സംതിങ് ലൈക്ക് ദ റിവേഴ്സ് ഹാസ് ഹാപ്പൻ. അത് പ്രതീക്ഷിച്ചതിൻ്റെ ഓപ്പോസിറ്റായിട്ട് എന്ത് ചെയ്യണം അനുകൂലമായ നിലപാടാണ് ഉണ്ടായിരുന്നത്. ഫാർ ഫ്രം ദ അണ്ടർമൈനിങ് ദ ഇന്ത്യൻ യൂണിറ്റി ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ് ഹാവ് ഹെൽപ്ഡ് സ്ട്രെങ്തൻ it. It has proved to be a perfectly consistent to be a Kannadic and Indian, a Bengali and Indian, a Tamil and Indian, a Gujarati and Indian.
പ്രാദേശികമായ ലിംഗ്വിസ്റ്റിക് കമ്മ്യൂണിറ്റി ഐഡന്റിറ്റിയോടൊപ്പം തന്നെ നാഷണൽ ഐഡന്റിറ്റിയെ കാത്തു സൂക്ഷിക്കാൻ ഈ പ്രാദേശികവാദത്തിൽ നിന്ന് എന്ത് ചെയ്യുക, രാജ്യത്തോട് ഒരു നാഷണൽ ഇന്റഗ്രേഷന്റെ ഭാഗമായി പ്രവർത്തിക്കാനും ഇന്ത്യയുടെ യൂണിറ്റിയിലേക്ക് അത് സഹായിക്കുകയുമായി ചെയ്തത് എന്നെന്ത് ചെയ്യുക നമ്മൾ മനസ്സിലാക്കുക. ഇൻ ദി ക്രിയേഷൻ ഓഫ് ദ 3 ന്യൂ സ്റ്റേറ്റ് ഇൻ 2000, namely ഛത്തീസ്ഗഡ്, ഉത്തരാഞ്ചൽ ആൻഡ് ജാർഖണ്ഡ് അല്ലേ. അപ്പൊ 1956 14 സംസ്ഥാനങ്ങളും 7 കേന്ദ്രഭരണ പ്രദേശം രൂപീകരിച്ചതിന് ശേഷം പിന്നീട് തുടർന്ന് 2000 ഛത്തീസ്ഗഡും ഉത്തരാഞ്ചലും ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ അത് ഉണ്ടായത് ലാംഗ്വേജിന്റെ അടിസ്ഥാനത്തിൽ. ലാംഗ്വേജ് ഡി നോട്ട് പ്ലേ എ പ്രോമിനന്റ് റോൾ. അവിടെയാണ് നമ്മൾ പറഞ്ഞത് ചില ഗോത്രങ്ങൾ, സെൻട്രലൈസേഷൻ ഓഫ് ദി ട്രൈബൽ പോപ്പുലേഷൻ, ഗോത്ര സമൂഹങ്ങളുടെ അവരുടെ ഐഡന്റിറ്റിയും അവരുടെ മൂവ്മെന്റുകളും ചില ഗോത്രങ്ങൾക്ക് മെജോറിറ്റി ഉള്ള സംസ്ഥാനങ്ങളായി ജാർഖണ്ഡും ഛത്തീസ്ഗഡും ഒക്കെ മാറുന്ന രൂപമാണ് നമുക്ക് എന്ത് ചെയ്ത് 2000 സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിൽ ഉണ്ടായിട്ടുള്ളത്. rather a combination of ethnicity based on tribal identity, language, regional deprivation and ecology provide this basis of India's regionalism result in statehood. അപ്പോൾ ലിംഗ്വിസ്റ്റിനെ പോലെ ഭാഷയെ പോലെ തന്നെ ട്രൈബൽ ഐഡന്റിറ്റിയും ഗോത്ര സ്വത്വങ്ങളും അവരുടെ മുന്നേറ്റങ്ങളും അല്ലെങ്കിൽ ജാർഖണ്ഡ് മൂവ്മെന്റുകളും എന്ത് ചെയ്ത 2000 ഒരു പുതിയ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകിച്ചും ട്രൈബൽ പോപ്പുലേഷന്റെ മെജോറിറ്റി ഉള്ള പ്രദേശങ്ങളിൽ സംസ്ഥാന രൂപീകരണമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. കറന്റ്ലി അതിനുശേഷം 2013 മാറ്റങ്ങൾ വീണ്ടും എന്തായിട്ടുണ്ട് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 2019-20 മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കറന്റ്ലി ദർ ആർ 28 സ്റ്റേറ്റ് ഫെഡറൽ യൂണിറ്റ്സ് ആൻഡ് 8 യൂണിയൻ ടെറിട്ടറീസ് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റ്, അതാണല്ലോ കേന്ദ്ര ഭരണത്തിന്റെ കീഴിലുള്ള കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ 8 28 സംസ്ഥാനങ്ങളുമാണ് ഇന്ത്യൻ ദേശരാഷ്ട്രത്തിലുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുക. നേരത്തെ പറഞ്ഞതുപോലെ 2013 ജൂലൈയിൽ ആന്ധ്രാപ്രദേശിൽ നിന്നും തെലങ്കാനയെ വേറിട്ടൊരു സംസ്ഥാനമായി രൂപീകരിക്കുകയും ചെയ്തു എന്ന് സ്റ്റേറ്റ് ഓഫ് തെലങ്കാന ഉണ്ടാകുകയും അങ്ങനെ ആന്ധ്രാപ്രദേശിലെ റീഓർഗനൈസേഷൻ കമ്മീഷൻ ഫസ്റ്റ് ഉണ്ടായ സംസ്ഥാനത്തിൽ നിന്ന് വീണ്ടും തെലങ്കാന എന്ന സംസ്ഥാനത്തെ അങ്ങനെ ആന്ധ്ര സംസ്ഥാനം 2 സംസ്ഥാനങ്ങളായി 2013 ജൂലൈയോട് കൂടി UPA സർക്കാർ എന്ത് ചെയ്ത് അത് ഉണ്ടാക്കി എന്നൊക്കെ നമ്മൾ ചരിത്രത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായും ഒരു രാജ്യത്തിന്റെ ഭരണത്തിൽ അത് ഒരു സെൻട്രൽ ആയിട്ടുള്ള ഒരു ഫെഡറൽ സംവിധാനം നിലനിൽക്കുകയും അതിൽ ഭാഷാപരമായും ട്രൈബലായും മതപരമായും ഒരുപാട് വിഭാഗങ്ങൾ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായും ഈ റീജിയണൽ ഐഡന്റിറ്റി, കമ്മ്യൂണിറ്റി ഐഡന്റിറ്റിയെ പോലെ തന്നെ ഈ ഫെഡറൽ ആയ ഒരു സെൻട്രൽ ഐഡന്റിറ്റി അല്ലെങ്കിൽ നാഷണൽ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് ഒരു ഐഡന്റിറ്റി കൂടി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ സെൻട്രൽ ആയി നിലനിൽക്കുന്ന ഗവൺമെന്റിന്റെ സ്റ്റേറ്റ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റും റീജിയണലായ പ്രാദേശികമായ സംസ്ഥാന ഭരണകൂടം തമ്മിൽ ഒരു ഏകീകരണം, ഒരു യൂണിറ്റി, ഒരു ഫെഡറൽ സിസ്റ്റം ഇന്ത്യയിൽ ഉണ്ടാക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് കൂടി എന്ത് ചെയ്യുക നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് ഈ പ്രാദേശികപരമായിട്ടുണ്ടാകുന്ന വ്യത്യാസങ്ങളും പ്രാദേശികപരമായ ആവശ്യങ്ങളും ദേശീയപരമായിട്ടുള്ള ആവശ്യങ്ങളും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു ഫെഡറൽ സംവിധാനമാണ് ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ദ ഫെഡറൽ സിസ്റ്റം ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഗവൺമെന്റ് ഹാവ് ബീൻ ക്ലാസിഫൈഡ് ഇൻടു യൂണിറ്ററി ആൻഡ് ഫെഡറൽ ബേസ്ഡ് ഓൺ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ബിറ്റ്വീൻ നാഷണൽ ആൻഡ് റീജിയണൽ ഗവൺമെന്റ്. ഇന്ത്യയിലെ ദേശീയപരമായിട്ട് സെൻട്രൽ ഗവൺമെന്റിനും കേന്ദ്ര ഭരണകൂടത്തിനും പ്രാദേശികപരമായ സംസ്ഥാന ഭരണകൂടത്തിന്റെ ഇടയിൽ ചില അധികാരങ്ങൾ പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു ഫെഡറൽ സംവിധാനമാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ഇൻ എ ഫെഡറൽ സെറ്റപ്പ് there is a two-tier of government with all assigned power and functions. two-tier പറഞ്ഞാൽ സ്റ്റേറ്റ് പവറും ഉണ്ട്, അതുപോലെ സെൻട്രൽ ആയിട്ടുള്ള നാഷണൽ പവറും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. The legislative section is divided into, നമുക്കറിയാം ഇന്ത്യയിലെ ഭരണപരമായ എളുപ്പത്തിന് വേണ്ടി, സൗകര്യത്തിന് വേണ്ടി ഇന്ത്യൻ ഭരണഘടന 3 തരത്തിലുള്ള ഭരണ സംവിധാനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. സെൻട്രൽ ലിസ്റ്റ്, അല്ലെങ്കിൽ യൂണിയൻ ലിസ്റ്റ് നമ്മൾ പറയും, സ്റ്റേറ്റ് ലിസ്റ്റ്, അതുപോലെ കൺകറന്റ് ലിസ്റ്റ്. 3 തരത്തിലുള്ള ഭരണ സംവിധാനങ്ങളാണ് ഇന്ത്യയിൽ ഫെഡറൽ സംവിധാനത്തിൽ ഉള്ളത്.
അപ്പൊ ഇന്ത്യയിലെ ഫെഡറൽ സിസ്റ്റത്തില് സംസ്ഥാന രൂപീകരണം കൊണ്ട് മാത്രം തന്നെ ഈ പ്രാദേശിക പ്രശ്നങ്ങളെ അവസാനിപ്പിക്കാൻ കഴിയുകയില്ല എന്നും അതിനൊരു സംവിധാനം, ഒരു സ്ട്രക്ചർ ആവശ്യമുണ്ട് എന്നും, അങ്ങനെ ഇന്ത്യൻ ഭരണഘടന ഈ ഭരണ വിഷയങ്ങളെ മൂന്നാക്കി തരംതിരിച്ചിട്ടുണ്ട്. ലെജിസ്ലേറ്റീവ് സെക്ഷൻ ഈസ് ഡിവൈഡ് ഇൻടു 3 ലിസ്റ്റ്. ഏതാണ്? യൂണിയൻ ലിസ്റ്റ്, കേന്ദ്ര, അതുപോലെ സ്റ്റേറ്റ് ലിസ്റ്റ്, സംസ്ഥാനത്തിനുമായി ബന്ധപ്പെട്ടത്, ആൻഡ് കൺകറന്റ് ലിസ്റ്റ്. ഈ 3 കാര്യങ്ങൾ നമ്മൾ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. ഇന്ത്യൻ ഭരണഘടന ഭരണ വിഷയങ്ങളെ 3ആയി തരംതിരിച്ചിട്ടുണ്ട്: യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ഈ സ്റ്റേറ്റ് ലിസ്റ്റും യൂണിയൻ ലിസ്റ്റും കൺകറന്റ് വ്യത്യാസങ്ങൾ. ദ റെസ്പോൺസിബിലിറ്റി ഓഫ് സെൻട്രൽ ഗവൺമെന്റ് ഈസ് യൂണിയൻ ലിസ്റ്റ്. അപ്പൊ യൂണിയൻ ലിസ്റ്റ് പെട്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? കേന്ദ്ര ഭരണകൂടത്തിന്റെ ഉൾപ്പെട്ടതാണ്. ഇൻക്ലൂഡിങ് ഡിഫൻസ്, നമ്മളുടെ ആഭ്യന്തരമായിട്ടുള്ള കാര്യങ്ങൾ, സിറ്റിസൺ പൗരത്വനുമായി ബന്ധപ്പെട്ട്, റെയിൽവേ, കറൻസി, ഇൻഷുറൻസ്, സുപ്രീം കോർട്ട്, ഇൻകം ടാക്സ്, കസ്റ്റം ഡ്യൂട്ടീസ്, എക്സ്പോർട്ട് ഡ്യൂട്ടീസ് തുടങ്ങിയിട്ടുള്ള ചില സെൻട്രൽ ഗവൺമെന്റിന്റെ പരിധിയിൽപ്പെടുകയും അവരുടെ ഉത്തരവാദിത്വവുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ 61ഓളം ഐറ്റംസ് റെസ്പോൺസിബിലിറ്റി ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ്, അത് സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവാദിത്തങ്ങളാണ്. മെയിൻറ്റെയിനിങ് ലോ ആൻഡ് ഓർഡർ, പോലീസ് ഫോഴ്സസ്, ഹെൽത്ത് കെയർ, ട്രാൻസ്പോർട്ട് എക്സെട്ര. അതുപോലെ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരുമിച്ച് ചെയ്യേണ്ട ചില ഭരണ വിഷയങ്ങളുണ്ട്. 52ഓളം ഐറ്റംസുകൾ ഉൾപ്പെടുന്നത് അതിലാണ്. റെസ്പോൺസിബിലിറ്റി ഓഫ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും പരിധിയിൽ ഉൾപ്പെട്ടതാണ്. മാരേജ് ആൻഡ് ഡൈവേഴ്സ്, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി അതർ ദാൻ അഗ്രികൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ തുടങ്ങിയിട്ടുള്ള സംവിധാനങ്ങൾ. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ സംവിധാനങ്ങൾ, ചില സ്ട്രക്ചറുകൾ ഭരണഘടന കൊണ്ടുവരികയും അതിനെ ഒരു കേവലമായ ഒരു റീജിയണലായി ഉണ്ടാകുന്ന സംസ്ഥാനങ്ങളെ രൂപീകരിച്ചുകൊണ്ട് മാത്രം ഇന്ത്യയിൽ ഒരു ഏകീകരണം കൊണ്ടുവരാൻ നമുക്ക് കഴിയില്ല. അതിന് എന്ത് ചെയ്യണം? സെൻട്രലും സ്റ്റേറ്റും തമ്മിലുള്ള ചില ബന്ധങ്ങൾ എന്ത് ചെയ്യണം? രാജ്യത്ത് ആവശ്യമുണ്ടെങ്കിൽ നിന്നാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അത്തരത്തിലുള്ള ചില നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. ഇത് മാത്രമല്ല, സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റുകൾ പങ്കുവെക്കുന്ന അല്ലെങ്കിൽ പരസ്പരം കൈമാറുന്ന ഒരു യൂണിറ്റി നിലനിർത്തുന്ന, അതുപോലെ നാഷണൽ ഇന്റഗ്രേഷൻ നിലനിർത്താൻ മറ്റു ചില നടപടികൾ കൂടി ഇന്ത്യയിൽ സ്വീകരിക്കുന്നുണ്ട്. ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഡിറ്റർമൈൻ ദ കോമ്പോസിഷൻ ഓഫ് ദി അപ്പർ ഹൗസ് ഓഫ് പാർലമെന്റ്, ദ രാജ്യസഭ. രാജ്യസഭയിലേക്ക് നമുക്കറിയാം ലോകസഭയും രാജ്യസഭയും ഉണ്ട്. രാജ്യസഭയിലെ മെമ്പർ ഓഫ് പാർലമെന്റിലെ ആളുകളെ തെരഞ്ഞെടുക്കുന്നത് അത് സംസ്ഥാന ഗവൺമെന്റുകളിൽ നിന്ന്, സംസ്ഥാന ഭരണകൂടങ്ങളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നുമാണ്. അപ്പോൾ സെൻട്രലിലേക്ക് സംസ്ഥാന ഭരണകൂടത്തിന് ചില പങ്കാളിത്തം ഉണ്ടാകുന്നു. അതുപോലെ ഇൻ അഡീഷൻ ദർ ആർ പീരിയോഡിക് കമ്മിറ്റീസ്, വ്യത്യസ്ത സമയങ്ങളിൽ ഉണ്ടാകുന്ന കമ്മിറ്റികൾ ആൻഡ് കമ്മീഷനുകൾ, ഒരുപാട് കമ്മീഷനുകൾ ദാറ്റ് ഡിസൈഡ് ദ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ. എന്ന് നമുക്കറിയാം, ഫിനാൻഷ്യൽ കമ്മീഷനുകൾ ധനകാര്യവുമായി ബന്ധപ്പെട്ട്, അതുപോലെ എന്താണ് മറ്റു ടാക്സുമായി ബന്ധപ്പെട്ട്, റവന്യൂവുമായി ബന്ധപ്പെട്ട് സെൻട്രൽ സ്റ്റേറ്റിന്റെ ഒരു ഷെയറിങ്ങുകൾ നമുക്ക് കാണാവുന്നതാണ്. ആൻ എക്സാമ്പിൾ ഇൻ ദ ഫിനാൻസ് കമ്മീഷൻ which is set up every 10 years to decide on sharing of tax and revenue between center and state. കേന്ദ്രവും സംസ്ഥാനങ്ങളും പരസ്പരം നികുതികൾ പങ്കുവെക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില കമ്മീഷനുകളും അല്ലെങ്കിൽ ഷെയറിങ്ങുകളും നടക്കുന്നുണ്ട്. അതുപോലെ ഈച്ച് 5-year പ്ലാൻ, സ്വതന്ത്ര ശേഷം ഉണ്ടായിട്ടുള്ള പഞ്ചവത്സര പദ്ധതികൾ ആൾസോ ഇൻവോൾവ് ഡീറ്റെയിൽ സ്റ്റേറ്റ് പ്ലാൻ പ്രിപ്പയർഡ് ബൈ ദി സ്റ്റേറ്റ് പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഈച്ച് സ്റ്റേറ്റ്. ഓരോ സംസ്ഥാനത്തിൻ്റെയും പ്ലാനിംഗ് കമ്മീഷനുകൾ നൽകുന്ന തയ്യാറാക്കിയ കാര്യങ്ങളാണ് സെൻട്രൽ പ്ലാനിംഗ് കമ്മീഷനിലേക്ക് എന്ത് ചെയ്യുക, പങ്കുവെക്കുകയും ഷെയർ ചെയ്യുകയും ഉണ്ടാക്കുകയും ചെയ്യുന്നത്. സിൻസ് അപ്പോൾ എന്ത് ചെയ്യണം, ഈ ബന്ധങ്ങൾ പ്ലാനിംഗ് കമ്മീഷനുകൾ, 5-year പ്ലാന്, ഫിനാൻസ് കമ്മീഷൻ തുടങ്ങിയിട്ടുള്ള കമ്മീഷനുകൾ, പീരിയോഡിക് കമ്മിറ്റികളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റേറ്റ് സെൻട്രൽ ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് കൂടി എന്ത് ചെയ്യുക, നമ്മൾ മനസ്സിലാക്കുക. പക്ഷേ എന്നിരുന്നാലും ഇന്ത്യയിലെ പല പ്രദേശങ്ങളും 28 സംസ്ഥാനങ്ങളും ഈ യൂണിയൻ ടെറിട്ടറീസുകളും എല്ലാം സാമ്പത്തികപരമായും സാമൂഹ്യപരമായും പൊളിറ്റിക്കലും ഒരേ രീതിയിലല്ല, ഹോമോജീനിയസ് നേച്ചർ അല്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക.
അതിൽ വളരെ റിച്ചസ്റ്റ് ആയിട്ടുള്ള സംസ്ഥാനങ്ങളുമുണ്ട്, വളരെ പുവറസ്റ്റ് ആയ സംസ്ഥാനങ്ങളുണ്ട് എന്ന് കൂടി മനസ്സിലാക്കുക. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഒരു സെൻട്രൽ സ്റ്റേറ്റ് ഉണ്ടാകുന്ന ഷെയറിങ്ങും ഇടപെടലുകളും വളരെ പ്രധാനപ്പെട്ടതാണ് ഈ റീജിയണൽ ഡിഫറൻസുകൾ ഇല്ലാതാക്കുക. അപ്പോൾ റീജിയണൽ ഡിഫറൻസ് ഇന്ത്യയിൽ വലിയ പ്രശ്നങ്ങൾ സാമ്പത്തികപരമായും സാമൂഹ്യപരമായും വിദ്യാഭ്യാസപരമായും ഒക്കെ നിലനിൽക്കുന്നത് ഇന്ത്യൻ റീജിയണലിസം തുടരുന്നതിന് റീജിയണലിസ്റ്റ് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. പക്ഷേ അതിനൊരു ആക്കം കൂട്ടുന്ന രീതിയിലാണ് സിൻസ് ഇറ ഓഫ് ലിബറലൈസേഷൻ, ഉദാരവൽക്കരണ കാലഘട്ടം 1990-കൾക്ക് ശേഷം there is a concern among the policy makers, politicians and scholars about increasing inter-regional economic and infrastructural inequalities. എന്താണ്? സാമ്പത്തികപരമായും സാമൂഹികപരമായും എന്താണ് ഒരു സമൂഹത്തിന് ഇൻഫ്രാസ്ട്രക്ചറിൽ ഇനിക്വാലിറ്റി അസമത്വം നിലനിൽക്കാൻ ഇടയാക്കാൻ ലിബറലൈസേഷൻ ഇടയാക്കിയിട്ടുണ്ട്. എന്താണ് കാരണം? ലിബറലൈസേഷൻ, ഉദാരവൽക്കരണം സ്വകാര്യ വ്യക്തികളെയും സ്വകാര്യ കമ്പനികൾക്കും സഹായം നൽകുകയും ദ മാർക്കറ്റ് എക്കോണമി ടെൻഡ് ടു ഇൻക്രീസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ഡെവലപ്ഡ് ആൻഡ് ബാക്ക്വേർഡ് റീജിയൻസ്. പുരോഗതിയുള്ള ഒരു പ്രദേശവുമായും അതുപോലെ ബാക്ക്വേർഡുള്ള പിന്നോക്കമുള്ള പ്രദേശം തമ്മിലുള്ള ഗ്യാപ്പ് ഉണ്ടാക്കാൻ ഈ മാർക്കറ്റ് എക്കോണമി, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ പോളിസി ഇടയാക്കിയിട്ടുണ്ട്. അതെങ്ങനെയാണ് ഇടയാക്കിയിട്ടുള്ളത്? ഒരു കാര്യം ഉദാഹരണത്തിന് പറയാം. ഒരു പ്രദേശത്തിൻ്റെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് ഒരു പ്രാദേശികപരമായി ഒരു കമ്പനിയോ ഒരു ഫാക്ടറിയോ ഒരു സ്വകാര്യ കമ്പനിയോ വിദേശ കമ്പനിയോ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവർ കൂടുതൽ നോക്കുക അവരെ പ്രോഫിറ്റിന് വേണ്ടി, ലാഭത്തിന് വേണ്ടിയാണ്. തീർച്ചയായും അവരവിടെ ഉണ്ടാകുന്ന ഇൻഫ്രാസ്ട്രക്ചർ, റോഡ് ഫെസിലിറ്റികൾ, ഗതാഗത സൗകര്യങ്ങൾ, അതുപോലെ ഉണ്ടാകുന്ന മറ്റു ഇലക്ട്രിക് പവർ സൗകര്യങ്ങൾ, മറ്റു സൗകര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അവർ പണങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയുള്ളൂ അല്ലേ? ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് കൂടുതൽ സൗകര്യം ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് റിച്ചസ്റ്റ് ആയ സംസ്ഥാനങ്ങൾ അവർ ആൾറെഡി എല്ലാവിധ ഇൻഫ്രാസ്ട്രക്ചറുകളിലും അടിസ്ഥാന സൗകര്യങ്ങളിലും പുരോഗതിയുള്ള സംസ്ഥാനങ്ങളിൽ കൂടുതലായി സ്വകാര്യ മുതൽ മുടക്കുകയും ലിബറലൈസേഷൻ ഭാഗമായി സ്വകാര്യ കമ്പനികളും വിദേശ കമ്പനികളും വരികയും അവിടെ കൂടുതൽ മുതൽ മുടക്കുകയും ആൻഡ് ഡെവലപ്ഡ് സ്റ്റേറ്റ് ഓർ റീജിയൻസ് ബിക്കം എ ഡെവലപ്ഡ് സ്റ്റേറ്റ് റീജിയൻസ്, അതിൻ്റെ പുരോഗതിയുള്ള സംസ്ഥാനങ്ങൾ, പ്രദേശങ്ങൾ വീണ്ടും പുരോഗതിയിലേക്ക് ഉണ്ടാകുകയും ബാക്ക്വേർഡ് പോറസ്റ്റ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറും മറ്റ് സൗകര്യങ്ങളും പിന്നോക്കം നിലുള്ള പ്രദേശങ്ങൾ അത് കൂടുതലും പിന്നോക്കത്തിലേക്ക് പോവുകയും ചെയ്യാൻ ഒരു കാരണം കൂടി ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ പോളിസി 1990-കൾക്ക് ശേഷം നടപ്പിലാക്കിയാൽ ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ ബൈൻഡപ്പ് ചെയ്യുകയാണ്, അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികളെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രാദേശികവാദത്തിന് അത് ഭാഷാപരമായും മതപരമായും, ഇപ്പോൾ ഖാലിസ്ഥാൻ വാദം ഉണ്ടാകുന്നത് സിഖ് സമൂഹങ്ങളിൽ പഞ്ചാബിലൊക്കെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നോക്കിക്കാണാവുന്നതാണ്. ഇന്ത്യൻ സ്വതന്ത്രമായത് 1947 ഓഗസ്റ്റ് 5 സ്വതന്ത്രമാകുമ്പോൾ രണ്ടു മതത്തിന്റെ പേരിലാണ് നമ്മൾ രാജ്യത്തെ പുലർത്തുകയും അനിവാര്യമായ ഒരു പിളർപ്പിന് നമ്മൾ സാക്ഷ്യം വഹിക്കുകയും ചെയ്തിട്ടുള്ളത്. ഭാഷാപരമായിട്ട് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ ഇന്ത്യയെ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. ട്രൈബൽ സെൻട്രൽ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ കൂടുതലുള്ള പ്രദേശങ്ങളിൽ 2000 ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് പ്രദേശം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയും ഇന്ത്യയിൽ ഒരുപാട് പ്രാദേശികപരമായ പ്രശ്നങ്ങളുണ്ട്. അത് സാമ്പത്തികമായി ഉണ്ടാകുന്ന, എക്കണോമിക്കൽ ഉണ്ടാകുന്ന, ഇൻഫ്രാസ്ട്രക്ചറിൽ ഉണ്ടാകുന്ന ഇനിക്വാലിറ്റികൾ, റീജിയണലായി ഉണ്ടായ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു വേളയിൽ ഇന്ത്യയിൽ 1980-കൾക്കു ശേഷം 90-കൾക്കു ശേഷം തന്നെ ഈ റീജിയണലിസത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രാദേശിക പാർട്ടികൾ ഇന്ത്യയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ബംഗാളിലും ബീഹാറിലും ഉത്തർപ്രദേശിലും കേരളത്തെ പോലും അല്ലെങ്കിൽ തമിഴ്നാട് പോലെ സംസ്ഥാനങ്ങളിൽ ഒരുപാട് പ്രാദേശിക ആവശ്യങ്ങളിൽ നിന്ന് റീജിയണലിസത്തിന്റെ ഭാഗമായിട്ട് റീജിയണൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ഉടലെടുക്കുകയും അത് ഇന്ത്യൻ സെൻട്രൽ ഗവൺമെന്റിലേക്കും സംസ്ഥാന ഭരണത്തിലേക്കും പൊളിറ്റിക്കൽ ഒരു അതോറിറ്റിയിലേക്ക് കടന്നു വരികയും അത് ഇന്ത്യയിൽ ഒരുപാട് റീജിയണലായിട്ടുണ്ടായ ഗുണങ്ങളും അതുപോലെ ദോഷങ്ങളും ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് റീജിയണലിസവുമായി ബന്ധപ്പെട്ട്
പറയാനുള്ളത്. അവൻ പ്രിയ വിദ്യാർത്ഥികളെ, നമ്മുടെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളെ, ഇന്ത്യൻ സാഹചര്യങ്ങളെ നോക്കിക്കണ്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഈ പാഠഭാഗത്ത് കൃത്യമായി മനസ്സിലാക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ല പഠനം നേരുന്നു. അതുപോലെ നല്ലൊരു കാഴ്ചപ്പാട് ഈ ചാപ്റ്ററുകളോടുകൂടി ഉണ്ടാവണം എന്ന് കൂടി എന്ത് ചെയ്യുക ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും നല്ല ഭാവി നേരുന്നു. ബെസ്റ്റ് ഓഫ് ലക്ക്.